ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരള ജനതയുടെയും ഏറ്റവും പ്രിയങ്കരനായ നേതാവായിരുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹം യാചിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിന്റെ കബറിടത്തിൽ പ്രീത്ത് സമർപ്പിച്ച് എന്നോടൊപ്പം നിങ്ങൾ കാണുന്ന പോലെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ പ്രിയങ്കരനായ ചാണ്ടി ഉമ്മനും അതുപോലെ പ്രിയപ്പെട്ട ശ്രീ മോൻസ് ജോസഫ് MLA മറ്റ് ആദരണീയരായ നേതാക്കന്മാരെല്ലാവരുമുണ്ട്. നമ്മൾ ഒരു വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും അറിവുള്ളതുപോലെ ഞാൻ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം, ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജനനേതാവ്. ജനാധിപത്യ മൂല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ, ആ സ്മരണകൾ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ അർത്ഥത്തിലും കരുത്തു പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കരുത്ത് ആർജിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കബറിടത്തിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ഞങ്ങളുടെ ഈ പ്രവർത്തനം അതിന് തുടക്കം കുറിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ എല്ലാ കാലത്തും എക്കാലത്തും ജനമനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കും. UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകളും അദ്ദേഹം പകർന്നു നൽകിയ ഏറ്റവും ലാളിത്യമാർന്ന പ്രവർത്തന ശൈലിയുമാണ്. എല്ലാവരെയും സ്നേഹിച്ച് ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ രീതിയിൽ ആരെയും കാണാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് തന്റെ കുടുംബാംഗങ്ങളെപ്പോലെ എല്ലാവരെയും കണ്ടുകൊണ്ട് സ്നേഹിച്ച് കടന്നുപോയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്ത് പകരും. ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ആ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. പാവനമായ ആ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക. ആ എഫക്ട് ഈ തെരഞ്ഞെടുപ്പിലല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്ന കാലം മുഴുവൻ തീർച്ചയായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നല്ല, എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്പർശം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അല്ല, അതങ്ങനെയല്ല. ഞങ്ങളൊരു റെക്കഗ്നൈസ്ഡ് പാർട്ടിയല്ലല്ലോ. റെക്കഗ്നൈസ്ഡ് പാർട്ടികൾക്കാണ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരമായ ചിഹ്നം അനുവദിക്കുന്നത്. ഞങ്ങളൊരു രജിസ്റ്റേർഡ് പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടന്നതിന് ശേഷമാണ് ഈ അങ്ങനെയുള്ള ചിഹ്നം രജിസ്റ്റേർഡ് പാർട്ടികൾക്കും സ്വതന്ത്രന്മാർക്കും എല്ലാം ചിഹ്നം അലോട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും നല്ല ഒരു ചിഹ്നം സെലക്ട് ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ അത് അനുവദിക്കാനായിട്ട് ആവശ്യപ്പെടും. എന്തോ ഇല്ല, അങ്ങനെ മുൻകൂട്ടി ഒന്നും പറയുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. ഇപ്പം ചിഹ്നം എന്ത് എന്ന് നോക്കിയല്ലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ചിഹ്നമല്ല ഇവിടെ പ്രശ്നം. ചിഹ്നം പ്രധാനപ്പെട്ട അല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. ചിഹ്നത്തെക്കാൾ ഉപരിയായി നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത്. ചിഹ്നമൊക്കെ ജനങ്ങൾ പഠിക്കും. നമ്മൾ ഒരു 1.5 മാസക്കാലത്തെ പ്രവർത്തനം വരികയല്ലേ, 2 മാസക്കാലമുണ്ട്. അതിനിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വ്യക്തമാകും. ജനങ്ങൾ ഉചിതമായ തീരുമാനം, അത് ചിഹ്നം നോക്കിയോ വ്യക്തിയെ നോക്കിയോ അല്ല, അതിനപ്പുറമുള്ളൊരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ജനങ്ങൾക്കുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ച് ഇന്ന് UDF എടുത്തിട്ടുള്ള ഈ നിലപാടുകൾ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും അതിനനുകൂലമായിട്ടുള്ളൊരു വിധി തീർപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം, കോട്ടയത്ത് മാത്രമല്ല 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട UDFന്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, UDFന്റെ ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇന്ന് മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് സാറ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പരിചയസമ്പന്നത ഉള്ള ഒരു നേതാവാണ്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഉമ്മൻചാണ്ടി ഇഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു.